ഹായ് എലിസബത്ത്. എൻ്റെ വലിയൊരു സംശയമാണ് ഈ എല്ലായിടത്തും ജോബ് റിക്വയർമെന്റ് ആയിട്ട് ഈ ഗിറ്റ് യൂസ് ചെയ്യുന്നത് എന്താണ്? ഇന്നത്തെ ടെക് വേൾഡിൽ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു ടൂളാണ് ഗിറ്റ്ഹബ് എന്ന് പറയുന്നത്. എന്താ നിങ്ങളുടെ മനസ്സിൽ ഗിറ്റ്ഹബ് എന്ന് പറയുമ്പോൾ ആദ്യം വരുന്നത്? കോഡ് സ്റ്റോർ ചെയ്യാനുള്ള ഒരു പ്ലേസ്. അതാണ്. നമുക്കിത് കോഡ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി മാത്രമുള്ളൊരു സ്ഥലമല്ല, ഇതിന് വേറെ പർപ്പസ് ഉണ്ട്. സ്റ്റോറും ഷെയറും ചെയ്യാൻ മാത്രമല്ലേ പറ്റൂ? അല്ല, നമുക്ക് ഗിറ്റ്ഹബിൽ കോഡ് സ്റ്റോർ ചെയ്യാൻ പറ്റും, ട്രാക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ ഇതിൽ വരുത്തുന്ന ഓരോ ചേഞ്ചസിൻ്റെയും ഹിസ്റ്ററി ഇവിടെ സേവ് ആവുന്നുണ്ട്. ഞാൻ സ്റ്റോർ ചെയ്ത കോഡ് എറർ ഉണ്ടെങ്കിൽ എന്ത് വേണം? ഇത് പലർക്കും വരുന്ന വലിയൊരു സംശയമാണ്, കോഡിൽ എറർ വന്ന് എന്തെങ്കിലും പറ്റി അഴിച്ചു പോകുക എന്നുള്ളത്. പക്ഷേ നമ്മൾ ചെയ്യുന്ന ഓരോ ചേഞ്ചസ് ഇവിടെ സേവ്ഡ് ആണ്. അതായത് നമ്മൾ ചെയ്യുന്നതിൻ്റെ പല വേർഷൻസ് സ്റ്റോർഡ് ആയിട്ടുള്ളത് കൊണ്ട് നമുക്കിതിൻ്റെ ഓൾഡ് വേർഷൻസിലേക്ക് റോൾ ബാക്ക് ചെയ്യാൻ പറ്റും. റോൾ ബാക്ക് ചെയ്ത് മാത്രമല്ല, ഇതിൻ്റെ എറർ എവിടെയാണ് വന്നതെന്നുള്ളത് കറക്റ്റായിട്ട് ട്രാക്ക് ചെയ്യാനും പറ്റും. ഇങ്ങനെയാണ് ട്രാക്ക് ചെയ്യുക. എറർ ട്രാക്ക് ചെയ്യാൻ നമ്മൾ വരുത്തുന്ന എല്ലാ ചേഞ്ചസും ഇവിടെ ഹിസ്റ്ററിയിൽ സേവ് ആവുന്നുണ്ട്. സോ നമ്മളിപ്പോൾ VS കോഡിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഐഡിയയിൽ വർക്ക് ചെയ്യുന്നൊരു കോഡ്, അതിൽ ലോക്കലി നമുക്ക് ചിലപ്പോൾ ഒരു എറർ കാണിച്ചെന്ന് വരില്ല. പക്ഷേ ഗിറ്റ്ഹബിന് ഇൻബിൽഡ് ആയിട്ടുള്ള കുറേ ടെസ്റ്റിങ്ങും ടൂൾസും എല്ലാം ഉണ്ട്. അപ്പോൾ അത് തന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കും നമ്മുടെ കോഡ് പുഷ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇത് ചിലപ്പോൾ പുഷ് ചെയ്യുന്നത് സക്സസ് ആവണമെന്നില്ല, അപ്പോഴായിരിക്കും നമുക്ക് എറർ അടിക്കുന്നത്. സോ നമുക്ക് ഈസി ആയിട്ട് റോൾ ബാക്ക് ചെയ്യാനും പറ്റും, ആ പുഷിൻ്റെ എവിടെയാണ് ആ എറർ അടിച്ചതെന്ന് കറക്റ്റായിട്ട് ട്രാക്ക് ചെയ്യാനും പറ്റും. ഈ നമ്മുടെ കൂടെ ആൾക്കാർ യൂസ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഗിറ്റ്ഹബ് പ്രൈവറ്റ് ആയിട്ടും പബ്ലിക്കായിട്ടും വെക്കാം. അതിലേക്ക് നമുക്ക് കൊളാബറേറ്റേഴ്സിന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കൊളാബറേറ്റേഴ്സിന് വേൾഡിൽ എവിടെ ഇരുന്ന് വേണമെങ്കിലും ആ കോഡിൽ തന്നെ വർക്ക് ചെയ്യാൻ പറ്റും. ആ കോഡിൽ നമുക്ക് അപ്ഡേറ്റ്സ് കൊണ്ടുവരാൻ പറ്റും, ഈസി ആയിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതായത് മൾട്ടിപ്പിൾ പീപ്പിളിന് ഓവർ റൈറ്റ് ചെയ്യാതെ തന്നെ ഒരേ കോഡിൽ വർക്ക് ചെയ്യാൻ പറ്റും. ഇത് സെക്യൂർ ആണ്. ഗിറ്റ്ഹബ് ബേസിക്കലി നമുക്ക് കുറച്ച് സെക്യൂരിറ്റി തരുന്നുണ്ട്. പിന്നെ നമുക്ക് കൂടുതൽ സെക്യൂരിറ്റി വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ പെയ്ഡ് ടൂൾസ് എടുക്കാൻ പറ്റും. ഇപ്പം വലിയ കമ്പനീസൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ പെയ്ഡ് ആയിട്ടുള്ള പ്ലാൻ ആയിരിക്കും ഗിറ്റ്ഹബിന് എടുക്കുക. അതുപോലെ തന്നെ ഈ സ്റ്റുഡൻസിനകത്ത് എങ്ങനെയാണ് ഹെൽപ്ഫുൾ ആവുന്നത്? സ്റ്റുഡൻസ് വർക്ക് ചെയ്ത് ലൈക്ക് നമ്മൾ ഓരോ വർക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്കത് ഗിറ്റിലേക്ക് പുഷ് ചെയ്തിടാൻ പറ്റും. ഇപ്പോൾ നിങ്ങളൊരു ജോബ് ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നിങ്ങളുടെ വർക്ക്സ് എല്ലാം ഈസി ആയിട്ട് ഡിസ്പ്ലേ ചെയ്യാൻ നിങ്ങളുടെ ഗിറ്റ്ഹബ് ഹെൽപ്പ് ചെയ്യും. നിങ്ങളുടെ ഗിറ്റ്ഹബ് ഡാഷ്ബോർഡ് നമ്മൾ ഷെയർ ചെയ്താൽ മാത്രം മതി. നിങ്ങളുടെ ഗിറ്റ്ഹബ് ഡാഷ്ബോർഡിൽ നിങ്ങൾ എത്ര പ്രൊജക്ട്സിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, എത്ര കമ്മിറ്റ് ചെയ്യുന്നുണ്ട്, എത്ര പുഷ് ചെയ്തിട്ടുണ്ടെന്നെല്ലാം കറക്റ്റായിട്ട് നോട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടാകുമെന്നറിയില്ല, ഗിറ്റ്ഹബിൻ്റെ ഡാഷ്ബോർഡിൽ തന്നെ നമുക്ക് ഒരു ഷെയ്ഡ്സ് ഓഫ് ഗ്രീൻ കാണാൻ പറ്റും. ഈച്ച് ഡേക്ക് ഓരോ കളറാണ്. അപ്പോൾ ഒരു ദിവസം നമ്മൾ ചെയ്യുന്ന കമ്മിറ്റ്സിൻ്റെ എണ്ണം അനുസരിച്ചിട്ടാണ് ഷെയ്ഡ് ഓഫ് ഗ്രീൻ വരുന്നത്. ഡാർക്ക് ഷെയ്ഡ് ഓഫ് ഗ്രീൻ ആണെങ്കിൽ നമ്മൾ അന്നത്തെ ദിവസം കൂടുതൽ കമ്മിറ്റ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഇൻ്റർവ്യൂവറിനാണെങ്കിലും നമ്മുടെ പ്രൊഫൈൽ കണ്ടു കഴിയുമ്പോൾ നമ്മൾ എത്രത്തോളം പ്രൊജക്ട്സ് ചെയ്യുന്നുണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് പുഷ് ചെയ്യുന്ന ആളാണോ എന്നെല്ലാം ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇനി മൾട്ടിനാഷണൽ കമ്പനീസ് യൂസ് ചെയ്യുന്നത്? ഇപ്പോഴത്തെ മിക്ക മൾട്ടിനാഷണൽ കമ്പനീസ് യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ തന്നെയാണ് ഗിറ്റ്ഹബ്. ഇപ്പോൾ ഗൂഗിള്, മൈക്രോസോഫ്റ്റ്, അതെല്ലാം എല്ലാ സ്റ്റാർട്ടപ്സും തന്നെ ഉറപ്പായിട്ടും യൂസ് ചെയ്യുന്നതാണ് ഈ ഗിറ്റ്ഹബ്. സോ ബേസിക്കലി ഗിറ്റ്ഹബ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമ്മുടെ ടെക് വേൾഡിൽ ഒരു ഓപ്ഷൻ അല്ല, അത് നമ്മൾ എസെൻഷ്യലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൂൾ തന്നെയാണ്. ഫോർ മോർ വീഡിയോസ് ലൈക്ക് ദിസ്, ഡു ഫോളോ സോഷ്യൽ മീഡിയ.